ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങളിലെ എല്ലാറ്റിലും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൗഷാദ് സാഹിബ് അവർ. ആദരപൂർവ്വം അദ്ദേഹത്തിനെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ SYSന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട CH റഹ്മത്തുള്ളാഹി സഖാഫി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ സുരേഷ്, ആദരണീയനായ നമ്മുടെ ഈ ചടങ്ങിന് പ്രാർത്ഥന നടത്തി തുടക്കം കുറിച്ച പ്രിയപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട MC സിദ്ദീഖ് മാഷും, അതുപോലെ തന്നെ ജയ്സൽ അളമരും, അതോടൊപ്പം ഷുഹൈബ് ആനക്കയം, അതുപോലെ തന്നെ സുൽഫിക്കർ അലി കീപറമ്പ്, അയ്യപ്പേട്ടൻ, ഷുക്കൂർ സഖാഫി ഉൾപ്പെടെ ഇവിടെ വേദിയിൽ SYSന്റെയും അതുപോലെ തന്നെ SSFന്റെയും നേതാക്കന്മാരായ പണ്ഡിതന്മാരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമുണ്ട്. നല്ലവരായ നാട്ടുകാർ. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഈ സംവിധാനത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ പ്രിയപ്പെട്ട ഷബീർ മാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ SYS സാന്ത്വനം നടത്തിയ മഹത്തായ ആ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് തന്നെ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി നമ്മുടെ നാട് ശുചീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ 2 ഘട്ടങ്ങളിലും വളരെ ആത്മാർത്ഥമായി ആ ഉദ്യമത്തോട് സഹകരിച്ച് അവർക്ക് നമ്മൾ നിർണയിച്ചു കൊടുത്തിട്ടുള്ള ഏരിയ വളരെ ഭംഗിയായി അത് ക്ലീൻ ചെയ്യാൻ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാകാനൊക്കെ മുന്നോട്ട് വന്നവരാണ് സാന്ത്വനം ടീം. ഇപ്പൊ ഇവിടെ ഇതിന്റെ കീഴിൽ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി വിങ് എന്നുള്ള നിലയിൽ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് രോഗികളായ ആളുകൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം. അത് നേരത്തെ പള്ളിയുമായി ചേർന്നുകൊണ്ടാണ് നടന്നിരുന്നത്. അതിപ്പോ കുറച്ചുകൂടി അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഷബീർ ഇവിടെ പറയുകയില്ല. അപ്പൊ അതിനെ ആശ്രയിക്കുന്നവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ അത് റോഡിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഇപ്പോ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വേറെ പ്രശംസനീയമായ പ്രവർത്തനമാണ്. തീർച്ചയായും നമുക്കറിയാം സംഘടനകൾ എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളുടെയൊക്കെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ ഇപ്രകാരമാണ് നിർവഹിക്കേണ്ടത്. ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഒരു താങ്ങായി തണലായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മാർക്കിടുക. അപ്പൊ അതുകൊണ്ട് തന്നെ SYS നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ആ നിലയിൽ ഇതിനെ ജനങ്ങൾ നോക്കിക്കാണാൻ മുന്നോട്ട് വരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ, അവരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ SYSന്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പരിശ്രമങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അത്തരം ആളുകൾക്ക് പ്രാർത്ഥന കൊണ്ട് അതോടൊപ്പം
അതോടൊപ്പം തന്നെ അവർക്ക് സഹായകരമാകുന്ന മറ്റു വിധത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ടും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടും ആര് നടത്തുന്നതായാലും അവരൊക്കെ സഹായിക്കാൻ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ജാതിമത ചിന്തകൾക്കും ഒക്കെ അതീതരായി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പിൻബലവും നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി MLA പ്രിയപ്പെട്ട TV ഇബ്രാഹിം സാഹിബ് അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ജാതിയോ മതമോ അദ്ദേഹം തീർച്ചയായും ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹനായ ഒരാളായിരുന്നു. ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വന്നു ചേർന്നത് കൊണ്ടാണ് ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാൻ കഴിയാതെ പോയത്. പ്രിയപ്പെട്ട MLA അഭാവത്തിൽ നിങ്ങളെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം